നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഒക്ടോബർ മാസം 29-ാം തീയതി 1201 ആണ്ട് തുലാമാസം 12-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രം ശുഭനക്ഷത്രമാണ്. ബുധനാഴ്ചയാണ്. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസം തന്നിരിക്കുകയാണ്. നമുക്കൊരാഴ്ചയിൽ തന്നെ എടുത്താൽ ചിലപ്പോൾ 1-2 ദിവസമൊക്കെ ആയിരിക്കും നല്ലത് കിട്ടുക 7 ദിവസമുള്ളതിൽ. അപ്പോൾ ശുഭദിനം അല്ലെങ്കിൽ ശുഭനക്ഷത്രമായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ പ്ലാനിങ് ഉണ്ടോ അത് ആ ദിവസം ചെയ്ത് തീർക്കാൻ നോക്കണം. പ്രത്യേകിച്ച് ബിസിനസ് ആദി കാര്യങ്ങൾ ചെയ്യുന്നവർ, അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇറങ്ങുന്നവർ, അല്ലാതെ ജോലിക്ക് പോകുന്നവർക്ക് ഏത് ദിവസമായാലും വലിയ മാറ്റമൊന്നും ഇല്ല. ആ ദിവസങ്ങളിൽ സൂക്ഷിച്ചു പോകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ല ആപ്ലിക്കേഷൻ അയക്കാനോ പുതിയ സംരംഭങ്ങളിൽ ഇറങ്ങാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു ദിവസമാണ് ശരിക്കും ബുധനാഴ്ച. ഇന്ന് ശുഭനക്ഷത്രമായിട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് തുലാമാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. സാമ്പത്തിക പുരോഗതി, തൊഴിലിൽ നേട്ടം, ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും, അതുപോലെ ഇൻക്രിമെൻറ്റുകൾ ലഭിക്കുക, അംഗീകാരങ്ങൾ ലഭിക്കുക, ജോലി അല്ല ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നേട്ടം ഉണ്ടാവുക, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമാണ്. അതുപോലെ വിദ്യാഭ്യാസം ചെയ്യാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ അവസ്ഥകളുണ്ടാവും. വിദ്യാഭ്യാസ പുരോഗതിയെ കൊടുക്കും. ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു സാഹചര്യം ഒരുങ്ങുന്ന സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവ്. അതിനെ നമുക്ക് എത്രത്തോളം ഭംഗിയായി എത്രത്തോളം കാര്യക്ഷമമായി കൊണ്ടുപോകാൻ പറ്റുമോ അതാണ് ഏറ്റവും വലിയ വിജയം. അപ്പോൾ ഈ സമയത്തെ ഒരു വർഷത്തെ നിങ്ങൾ വിനിയോഗിക്കുക. അതായത് തുലാമാസത്തിലെ ഉത്രാട നക്ഷത്രക്കാർ ആ സമയത്തെ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണ് എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചില സമയങ്ങൾ നമുക്ക് അനുകൂലമല്ല, ചില കാര്യങ്ങൾക്ക് അനുകൂലമല്ല. അതിൽ യാത്രയ്ക്ക് കൊള്ളാത്ത സമയം മാത്രമാണ് രാവുകാല സമയം. രാവുകാല സമയം കലണ്ടറിൽ 12 മണി തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ 12 മണിക്ക് അല്ല രാവുകാല സമയം ആരംഭിക്കുന്നത്. 12 മണി 8 മിനിറ്റ് തൊട്ട് രാവുകാലം തുടങ്ങും. 1 മണി 38 മിനിറ്റ് വരെ രാവുകാല സമയം. അപ്പോൾ ഈ സമയം ശുഭയാത്രയ്ക്ക് നല്ലതല്ല. ഒരു 8 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ ഒന്നിനും കൊള്ളാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. ഈ സമയം ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. അതിൽ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയമാണ് 10:41 തൊട്ട് 12:08 വരെയും. അതുപോലെ ഗുളികകാല സമയം വരുന്നത് 10:41 തൊട്ട് 12:08 വരെയും. യമകണ്ഠകാല സമയം വരുന്നത് 7:46 തൊട്ട് 9:13 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തം നമുക്ക് നോക്കുമ്പോൾ 11 മണി 44 മിനിറ്റ് തൊട്ട് 12:32 വരെ വരുന്ന സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഈ സമയത്ത് രാഹുവിൻ്റെ കുറച്ച് ബന്ധം നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ആ സമയം അല്ലാതെ തന്നെ മുഹൂർത്തം ഉള്ളത് കൊണ്ട് അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണമെന്നില്ല. ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായി തീരും. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ല ദിവസമാണ്. ആ നല്ല ദിവസം എല്ലാവർക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.